DS ഹിറേ മൂവി ഞാനിന്ന് കണ്ടു. എനിക്ക് ഇന്നാണ് അത് കാണാൻ പറ്റിയത്. ഇന്നലെ തന്നെ ഇതിൻ്റെ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങളുടെ ഈ ഭാഗത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും സിനിമ, ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ രാഹുൽ സദാശിവൻ, പുള്ളി ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ സിനിമ കാണാൻ വരുന്നവരെ ഒരു സീനിലെങ്കിലും പേടിപ്പിക്കണം എന്ന വാശിയോടെ തന്നെയാണ് പുള്ളി ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡയറക്ഷനും അതെ, അതേപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതെ, ഇതിൻ്റെ കഥ തിരക്കഥയൊക്കെ പുള്ളി ആ രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഭയങ്കരമായ പ്രേതം ഇങ്ങനെ പല്ലൊക്കെ നീട്ടി ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഭയങ്കര വിരൂപമായിട്ട് അങ്ങനത്തെ സീനുകളൊന്നും സിനിമയിൽ അങ്ങനെ വലുതായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ സീനിലും ഒരു സീന് കഴിഞ്ഞ് അടുത്ത സീൻ എന്ത്, അടുത്ത സീൻ എന്ത്, അടുത്ത സീൻ എന്ത് എന്ന ഒരു ത്രില്ലിങ് ഈ സിനിമയിൽ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പേടിയുടെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഓരോ സീനും മേക്ക് ചെയ്യുന്ന കാര്യത്തിൽ രാഹുൽ സദാശിവൻ ഇതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇതിൽ പ്രണവ് മോഹൻലാലിൻ്റെ കഥാപാത്രം റോഹൻ, പുള്ളി ആ ഒരു ഹൊററായ സംഭവങ്ങളെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള പുള്ളിയുടെ ആ ഒരു അവസ്ഥയെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി കുറച്ച് ഒരു ചെറുതായ ഒരു പേടി ലെവലിലും അതേസമയം സീരിയസ് ആയ രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ഈ റോഹൻ. അത് പുള്ളി നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ സിനിമയിൽ പുള്ളിയുടെ ആ സംഭവങ്ങൾ ഓക്കെ. പിന്നെ അതേപോലെ ഇതിൽ ജയ കുറുപ്പ് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് നല്ലൊരു കിടിലൻ സംഭവം ഈ സിനിമയിലുണ്ട്, അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഹൊററായിട്ട് ഇപ്പോൾ അടുത്ത് കുറേ സിനിമകൾ ഇറങ്ങിയിരുന്നു. പല്ലൊക്കെ നീട്ടിയിട്ടും പല്ലൊക്കെ നീണ്ടിട്ടും നാവ് നീട്ടിയിട്ടും കണ്ണ് ഭയങ്കര ചോര ഒലിപ്പിക്കുന്ന കണ്ണൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഹൊററല്ല. പക്ഷെ അതേസമയം സിനിമയുടെ ഒരു ഇടവേള കഴിഞ്ഞിട്ടൊക്കെ ഒരു സസ്പെൻസ് കഥാപാത്രത്തിലുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ തുടക്കം മുതൽ, ആ കഥാപാത്രത്തിൻ്റെ എവിടെയാണോ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ മുതൽ അവിടുന്ന് അങ്ങോട്ട് അതിൻ്റേതായ ഒരു കഥ ഇതിൽ ഉണ്ട്. അതൊരു ഷോക്ക് തരുന്ന രീതിയിലുള്ളൊരു കഥ തന്നെയാണ്. കാരണം ആ കഥാപാത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു കത്തിപ്പിടിച്ച് ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് മുമ്പ് മുതൽ ആ കഥാപാത്രത്തിനെ അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സീന് കാണുമ്പോൾ ആ സംഭവം ഒരു ഷോക്ക് തന്നെയാണ്, ഒരു സസ്പെൻസ് തന്നെയാണ്. കുറച്ചവിടെ നല്ല ത്രില്ലിംഗ് ഉണ്ട്, ഒരു പേടി. തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ആ ഒരു സംഭവം കണ്ടിട്ട് സിനിമ കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഒന്ന് ഷോക്കായിട്ട് കുറച്ച് ദിവസം ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റർ തന്നെയാണ് രാഹുൽ സദാശിവൻ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഗംഭീരമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു BGM തന്നെയാണ്. ഇതിന് ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സൗണ്ട് എഫക്ട്സ് ഒക്കെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ടീം ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്, ആ ഒരു ഹൊററായിട്ടുള്ള സൗണ്ട് മിക്സിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ആ ഒരു സസ്പെൻസ് കഥാപാത്രം അതാരാണെന്നൊക്കെ സിനിമ കണ്ട് നിങ്ങൾ മനസ്സിലായിക്കോളൂ. അത് നന്നായിരുന്നു. ആ രണ്ട് സംഭവങ്ങളും ഓക്കെയാണ്. ശരിക്ക് ഹൊറർ സിനിമ എന്ന രീതിയിൽ ഇവർ എടുത്തിരിക്കുന്ന ആ ഒരു ഓരോ സീനിലുള്ള സംഭവങ്ങൾ നന്നായിട്ട് തന്നെ ഇവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യം സമ്മതിക്കാതെ വയ്യ. കാരണം ഈ സിനിമയ്ക്ക് പോകുന്നവരിൽ കുറച്ച് പേരെങ്കിലും എന്തായാലും ഒന്ന് പേടിക്കും, ചെറുതായിട്ടെങ്കിലും പേടിക്കാതെ പുറത്തിറങ്ങില്ല. അമ്മാതിരി BGMഉം അതേപോലത്തെ സീനുകളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രെയിലറിൽ കണ്ട പ്രണവിൻ്റെ ആ പല്ലൊക്കെ നീണ്ടുവരുന്ന സീനൊക്കെ ഇല്ല, അതൊന്നും ഇതിൽ ഞാൻ കണ്ടില്ല കേട്ടോ. അതെന്താ സംഭവം, അത് വെറുതെ ട്രെയിലറിന് വേണ്ടി മാത്രം ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അതൊന്നും ഈ സിനിമയിൽ അവർ വെച്ചിട്ടില്ല. എന്നാലും പ്രണവ് ആ ഒരു സീനുകളിലൊക്കെ ഒരു ഭീകരത വരുന്ന സംഭവങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ സ്റ്റണ്ട് നിർവഹിച്ചിരിക്കുന്നത് കലൈ കിങ്സനാണ് എന്ന് കാണിച്ചു. പക്ഷേ ഇതിലെവിടെ സ്റ്റണ്ടൊന്നുമില്ല. പക്ഷേ ഇതിൽ ആ ഒരു ഞാൻ പറഞ്ഞ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് വേറൊരു കഥാപാത്രം ഇതിലുണ്ട്.
ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അത് കാണുമ്പോൾ തന്നെ ഇത് എവിടെയോ, ഇത് ശരിക്കൊരു സംഭവിച്ച ഒരു സംഭവത്തിൽ നിന്ന് എടുത്ത സിനിമയാണെന്നാണ് ഇതിൽ കാണിച്ചത്. അപ്പോൾ അത് എനിക്കും തോന്നി കേട്ടോ. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത് ഞാൻ പറയുന്നില്ല, ആ ലാസ്റ്റ് സംഭവങ്ങളൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്കുക. എന്തായാലും ആ സംഭവങ്ങൾ കുറച്ചൊരു ഉഷാറായിട്ടുണ്ട്. പുള്ളിയുടെ എഴുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, അതേപോലെ ഡയറക്ഷന് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു മറ്റേ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നൊരു മെഷീൻ കാണിക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം അത് കാണിച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ടൊരു BGM കൊടുത്തു. അപ്പം ഞാൻ അവിടെ എന്തോ ഒരു ഹൊറർ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഒരു ഹൊറർ വെച്ചിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ഞെട്ടിയേനെ കേട്ടോ. അത് വെച്ചിട്ടില്ല, അത് നന്നായി എന്ന് തോന്നി. കാരണം തുടക്കത്തിൽ തന്നെ അങ്ങനെ വേണ്ട കരുതിയിട്ടായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഓരോ സീനുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. അപ്പം ചിലർക്ക് ഈ സിനിമയുടെ മേക്കിംഗ് കൊണ്ട് ഒരു ഹൊറർ സംഭവം തന്നെ ആയിരിക്കും സിനിമ കാണുമ്പോൾ. അതേപോലെ ചിലർക്ക് ഈ സിനിമയുടെ ആ ഒരു ഷോക്കായിട്ടുള്ളൊരു കഥ, ആ ഒരു കഥാപാത്രത്തിൻ്റെ ദൈവികമായ കാര്യങ്ങൾ, അതുപോലെ ബാക്കി സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു കഥയുണ്ടല്ലോ, അതും ഒരു ഹൊറർ സംഭവം തന്നെ ആയിരിക്കും. എന്തായാലും അടുത്ത് ഞാൻ കണ്ട ഹൊറർ മൂവികളിൽ കുറച്ചെങ്കിലും ഒരു ഹൊററായിട്ട് തോന്നിയൊരു മൂവിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അത് DS ഇറേ തന്നെ ആയിരിക്കും.